So, okay, sir, let's go to day one. Sir, എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ചൂസ് ചെയ്തത്? ലൈക്ക് വൈ ഡിഡ് യു ചൂസ് റിയൽ എസ്റ്റേറ്റ്? എങ്ങനെയാണ് ആ ഒരു കോർ ഐഡിയ സാറിന് വന്നത്? റിയൽ എസ്റ്റേറ്റിലേക്ക് വന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി പെർഫെക്റ്റ്ലി ആക്സിഡൻ്റലി ആണ്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ബാക്കിലേക്ക് പോകേണ്ടി വരും, ചൈൽഡ്ഹുഡ് ഹാബിറ്റ്സിൽ നിന്ന് കടന്നു വരേണ്ടി വരും. ആക്ച്വലി ഞാൻ ഒരിക്കലും ഒരു ബിൽഡർ ആവണമെന്നോ റിയൽ എസ്റ്റേറ്റിലേക്ക് വരണമെന്നോ ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഒരു 8th സ്റ്റാൻഡേർഡിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് റീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ റീഡ് ചെയ്യാന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായിട്ട് ഷെർലക് ഹോംസിൻ്റെ ബുക്കുകൾ വായിച്ച് ഹൈലി റീഡിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതും ആ സമയത്ത് ആ ഒരു ഏജിൽ, ഒരു ടീനേജിൽ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ബുക്സ് വായിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ മെയിൻ പാർട്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു എൻ്റെ ശരിക്കുള്ള ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ആ ടൈപ്പ് ഓഫ് ഒരു ബുദ്ധിയും ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ കോളേജിലെത്തി. പക്ഷേ കോളേജിലേക്ക് എത്തിയപ്പോൾ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, സംസാരിക്കാൻ എൻ്റെ ഉള്ള ഈ കഴിവ്, അതായത് എപ്പോഴും നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പോൾ അതും സംസാരിക്കുന്ന ആൾക്കാരെ ആർഗ്യൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്ന ഒരു ചെക്ക് വയ്ക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റുള്ളവരും പറയും, എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ആയാൽ ഇൻവെസ്റ്റിഗേഷനുമായി ഒപ്പം തന്നെ നമുക്ക് ഈ സംസാരിക്കുന്ന ആ ഒരു ക്വാളിറ്റി മാക്സിമം ഹൈ എൻഡിലേക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാം. അത്തരത്തിൽ നമ്മൾ ആ ടൈപ്പിലേക്ക് നമ്മൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്രിമിനൽ ലോയർ ആവണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ വീരേന്ദ്രമേനോനൊക്കെ തൃശ്ശൂർ ഒരുപാട് ഫേമസ് ആയിട്ട് വലിയ ഒരു ഇതായിട്ട് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അഡ്വക്കേറ്റ് ടോപ്പ് ക്രിമിനൽ ലോയർ ആവണം എന്നുള്ളതായിരുന്നു ഐഡിയ. പക്ഷേ അക്കാഡമിക്കൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. പിന്നെ നാട്ടിൽ കുറച്ച് ഉഴപ്പി, പഠിപ്പിലൊക്കെ കുറച്ച് ഉഴപ്പി. പിന്നെ ദെൻ ഐ ഫ്ലഡ് ടു ബാംഗ്ലൂർ ഇവൻച്വലി. അപ്പോൾ പിന്നെ ബാംഗ്ലൂർ ലൈഫാണ് എന്നെ ടോട്ടലി കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റിലേക്ക് എന്നെ തിരിച്ചത്. കാരണം വെച്ചാൽ ആ ഒരു മെട്രോ സിറ്റിയുടെ ഒരു ഹൈലി ഞാൻ ചെല്ലുന്ന സമയത്താണ് ഗ്രീൻ സിറ്റി മാറി മെട്രോ സിറ്റി ആയിട്ട് ടൈറ്റ് ഒരു ക്രൗഡഡ് ഏരിയയിലേക്ക് ബാംഗ്ലൂർ ചേഞ്ച് വരുന്നത്. ITPL വന്നു. അങ്ങനെ ബാംഗ്ലൂർ ഹൈലി കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ എന്നെ ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അവിടെ ശരിക്കും ട്രേഡിങ്ങിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രേഡിങ്ങിൽ നിന്ന് മാറി കൺസ്ട്രക്ഷനിലേക്ക് എത്തി. കൺസ്ട്രക്ഷനിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ കൺസ്ട്രക്ഷൻ്റെ പീക്ക് ടൈം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ മാക്സിമം സാധ്യതകൾ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ദാറ്റ് ടൈം ഇറ്റ് വാസ് കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ റിയൽ എസ്റ്റേറ്റിലേക്ക് ടേൺ ചെയ്യുകയും ദെൻ അവിടെ നിന്ന് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ മാസ്റ്റർ ഡിഗ്രി ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ അവിടെ നിന്ന് പഠിച്ച് അങ്ങനെ കൺസ്ട്രക്ഷൻ്റെ ടോപ്പ് ലെവലിലേക്ക് അവിടെ നിന്ന് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ പൊല്യൂഷൻ കൂടുതലായപ്പോൾ ദെൻ റിട്ടേൺ ബാക്ക് ടു തൃശ്ശൂർ. എന്നും തൃശ്ശൂർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം വെച്ചാൽ വേൾഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. കാരണം ഒരു റൗണ്ടും അതിൻ്റെ നടുക്കിൽ വലിയൊരു ഗ്രൗണ്ടും അതിൻ്റെ നടുക്കിലൊരു അമ്പലവും, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേൾഡിൽ തൃശ്ശൂർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ദെൻ ഐ കെയിം ബാക്ക് ടു തൃശ്ശൂർ ആൻഡ് സ്റ്റാർട്ടഡ് അഗെയിൻ ഇൻ തൃശ്ശൂർ ദിസ് സെഗ്മെൻറ്റ്. അങ്ങനെയാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക്. സർ പറഞ്ഞു തൃശ്ശൂർ യുണീക്കാണ്, സാറിന് ഭയങ്കര സ്പെഷ്യൽ ആണെന്നുള്ളത്. സോ ഹൗ ഡസ് ഇറ്റ് ഇൻഫ്ലുവൻസ് യുവർ ഡിസൈൻസ്? അപ്പം സാറിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിലോട്ട് വരുമ്പം എത്രത്തോളം തൃശ്ശൂരിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ വന്നിട്ടുണ്ട്? തൃശ്ശൂരിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻഡ് ആക്സിഡൻ്റലി.
ബിക്കോസ് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പക്കാ തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർ ജനിച്ചല്ലാതെ തൃശ്ശൂർ ഞാൻ എൻ്റെ കൺസ്ട്രക്ഷൻ ഏരിയ തൃശ്ശൂരിലേക്ക് ഞാനിതൊരു അങ്ങോട്ട് ഫോക്കസ് ചെയ്തതല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ സോൾ. തൃശ്ശൂർ ഒരു തൃശ്ശൂർക്കാരൻ, കാരണം വെച്ചാൽ തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജസ് വരെ ഞങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ പേജിലില്ല, പക്ഷെ തൃശ്ശൂർക്കാരൻ, അങ്ങനെ ആലപ്പുഴക്കാരെന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരനോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു സ്ഥലമേ ഉണ്ടാവുള്ളൂ തൃശ്ശൂർ. തൃശ്ശൂരിന് തുല്യമായിട്ട് തൃശ്ശൂർക്കാരൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ കേരളത്തിലൊക്കെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ സിറ്റി ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് നമ്മൾ തൃശ്ശൂരിനെ പറയുന്നത്. അത് തൃശ്ശൂർ പൂരം, തൃശ്ശൂർ റൗണ്ട്, ഇതൊക്കെ ഈ വേൾഡിൽ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ സ്ലാങ്, അങ്ങനെ തൃശ്ശൂരിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. തന്നെയല്ല തൃശ്ശൂർക്കാരൻ്റെ, ഞാനിപ്പോൾ 10 വർഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ, എല്ലാവരും ചോദിക്കും ബാംഗ്ലൂർ വിട്ട് എന്തുകൊണ്ട് നമ്മൾ തൃശ്ശൂർക്ക് വന്നു എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഒരു തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പോയാലും UK പോയാലും തൃശ്ശൂരിൽ വന്നാൽ തൃശ്ശൂർ അയാളെന്നെ എപ്പോഴും അയാളെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് തൃശ്ശൂരിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. അത് തൃശ്ശൂരിൽ മാത്രമുള്ള, ഈ ലോകത്ത് തൃശ്ശൂരിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് തൃശ്ശൂർക്കാരൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 10 വർഷം ബാംഗ്ലൂരായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഞാൻ പറയല്ല, ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പൊതുവേ കേരളത്തിലുള്ള ആളുകൾ ബ്രില്യൻ്റ് ആയിരിക്കും മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതിൽ തന്നെ തൃശ്ശൂർക്കാർ വളരെ ക്രൂക്കഡായിരിക്കും, അതിലും പ്രത്യേകിച്ച് കച്ചവടക്കാർ. അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ നമ്മൾ സ്നേഹിക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഇനിയും പോകാൻ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈമിൽ കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, ബാംഗ്ലൂർ 3 ഏരിയയിലേക്ക് നമ്മൾ എക്സ്പാൻഷൻ പ്ലാനിങ് ടു ഡു ഫ്യൂച്ചറിൽ, കമ്മിങ് ഡേയ്സ്. അപ്പോൾ ലാൻഡൊക്കെ നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും തൃശ്ശൂരിൽ പ്രൊജക്റ്റ് വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നമ്മൾ സംഭവമില്ല. തൃശ്ശൂരിൽ പിന്നെ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വരാജ് റൗണ്ടിനെ തൃശ്ശൂർക്കാർക്ക്, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ നമ്മൾക്ക് എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി മെട്രോ പരന്ന് എടുക്കുകയാണ്. പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ സ്വരാജ് റൗണ്ടിനെ സറൗണ്ട് ചെയ്തിട്ടാണ് എല്ലാ തൃശ്ശൂർക്കാരുടെയും ലൈഫ് അങ്ങനെ കറങ്ങുന്നത്. ലൈഫ് കറങ്ങുന്നത് തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ റൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തൊരു 10 കിലോമീറ്റർ ലോങ്ങിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സക്സസ് എന്ന് പറയുന്നത് വളരെയധികം റയർ ചാൻസ്. എപ്പോഴും തൃശ്ശൂർ ഒരു നൈറ്റ് ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അങ്ങനെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ തൃശ്ശൂരിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ദി എന്താ പറയുക കേരള എന്ന് പറയുന്നത് മാത്രമല്ല, ഒരുപാട് കൾച്ചേർഡായിട്ടുള്ള ഒരുപാട് പഴയ കാലഘട്ടങ്ങളിലത്തെ മെമ്മറീസൊക്കെ തൃശ്ശൂർ ഓൾറെഡി ഉണ്ട്. അത് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ ഒരു 2 കിലോമീറ്റേഴ്സ് സറൗണ്ടിങ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാലും, അനാമിക ഏത് നാട്ടുകാരിയാണ്? കോഴിക്കോട്ടുകാരിയാണ്. വെരി ബാഡ്. എന്നാൽ ഞാൻ തൃശ്ശൂർക്കാരൻ എന്നുള്ള പറയുന്നത് ഐ ആം പ്രൗഡ് ആസ് എ തൃശ്ശൂർക്കാരൻ. ബിക്കോസ് തൃശ്ശൂർക്കാരൻ്റെ ഒരു ടാലൻറ്റും തൃശ്ശൂർക്കാരൻ്റെ ഒരു വർത്താനവും അതൊരു വേറൊരു ശൈലി തന്നെയാണ്. അതിപ്പോൾ അനാമയ്ക്ക് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമുക്ക് ആരെയും ബീറ്റ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഒരു നേച്ചുറൽ അവർക്ക് അങ്ങനത്തെ ഒരു ബ്രില്യൻസി ഉണ്ട് തൃശ്ശൂർക്കാർക്ക്. അത് ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടല്ല, ഞാൻ ഒരു ഔട്ട്സൈഡർ എന്നുള്ള മട്ടിൽ ഞാൻ പുറത്ത് പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. തൃശ്ശൂർക്കാർക്കൊരു പ്രത്യേക സ്മാർട്ട്നെസ് ഉണ്ട്. ഏത് കാര്യം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രില്യൻസി, വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന, അതാണ് കച്ചവടത്തിൽ തൃശ്ശൂർക്കാരെ കഴിഞ്ഞേ ഉള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതിന് പിന്നെ നമ്മൾ പറയുക ബിസിനസ് ചെയ്യാൻ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ ഒരു ബ്യൂട്ടിഫുൾ, ശരിക്കും ഞാൻ തൃശ്ശൂർ മേയർ ആവുകയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ഇതിനേക്കാളൊക്കെ സൂപ്പർ സിറ്റിയാക്കി മാറ്റാനുള്ള ഒരു ബേസിക് ക്ലേ
തൃശ്ശൂരിലുണ്ട്. ഉണ്ട്. ഏതൊരു സംഭവം നമുക്ക് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ദി റോ മെറ്റീരിയൽ വിൽ ബി ഹൈ. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. റോ മെറ്റീരിയൽ നല്ലതല്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദി ക്ലേ ഈസ് വെരി ഗുഡ്, ദി മെറ്റീരിയൽ ആൻഡ് ദി പ്രോഡക്റ്റ് വിൽ ബി ഹൈ, അല്ലേ? അത് തൃശ്ശൂർ, അതുകൊണ്ടാണ് പറയുന്നത് തൃശ്ശൂർ ആ തരത്തിൽ ബെസ്റ്റ് ക്ലേ ആണ്. അതിൽ നിന്ന് യഥാർത്ഥ ഒരു ആർക്കിടെക്ട്സിനെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ വിൽ ബി എ സൂപ്പർ സിറ്റി ഇൻ ദി വേൾഡ്. അതാണ് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ കൂടുതൽ പ്രൊഡക്റ്റും തൃശ്ശൂരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ തൃശ്ശൂരിൽ നമ്മൾ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നേറ്റീവ് പ്ലേസ് അല്ലേ. തൃശ്ശൂർക്കാരൻ്റെ ഒരു എന്താ പറയുക, ഓരോ പൾസും നമുക്ക് കൃത്യമായിട്ട് അറിയാം. തൃശ്ശൂർക്കാരൻ്റെ സോള്, തൃശ്ശൂർക്കാരൻ്റെ ഹാബിറ്റ്, അയാൾ എന്ത് ടൈപ്പ് ഓഫ് വീടാണ് ഇഷ്ടപ്പെടുക, ഏത് ലൊക്കേഷനിലാണ്, തൃശ്ശൂരിൽ തന്നെ ഏത് ലൊക്കേഷനിലാണ് ഇഷ്ടപ്പെടുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർക്കാരനാണ്. അത് ഏത് രീതിയിൽ ഏത് സ്പോട്ടിൽ ചെയ്താലാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ലാൻഡ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എപ്പോഴും നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ നമ്മുടെ ടാഗ് ലൈൻ തന്നെ അതാണ്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഒരു ടാഗ് ലൈൻ തന്നെയാണ് തൃശ്ശൂരിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരൻ്റെ പൾസ് മുഴുവൻ അറിയാവുന്നത് കൊണ്ടാണ് തൃശ്ശൂരിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് എപ്പോഴും അഡോണിങ് ലൈഫ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം തൃശ്ശൂർക്കാരൻ്റെ സോള് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു ടാഗ് ലൈനും കൂടി നമ്മൾ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യും. തൃശ്ശൂർക്കാർക്ക് വേണ്ടി സ്വന്തം തൃശ്ശൂർക്കാരൻ ബൈ കോൺട്രിബ്യൂട്ടഡ് ബൈ തൃശ്ശൂർക്കാരൻ, ഓറക്സ് ബിൽഡേഴ്സ്.